പാലക്കാട് RT ഓഫീസിലെ PROയെ സസ്പെൻഡ് ചെയ്തു. നോൺ ഫേസ്ലെസ് അപേക്ഷയിൽ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനാണ് ഈ നടപടി. PROയെ സൽമത്തിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇന്റേണൽ ഓഡിറ്റിംഗ് വിഭാഗമാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഗൂഗിൾ VS വിവരങ്ങൾ നൽകും. ഗൂഗിൾ എന്ത് മാനദണ്ഡമാണ് അവർ പാലിക്കാതിരുന്നത്? ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണോ അങ്ങനെ ചെയ്തതെന്നാണോ? എന്താണ് സംഭവിച്ചത്? അതായത് ഏജന്റുമാർക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനനുസരിച്ച് നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായും ഈ നോൺ ഫേസ്ലെസ് അപേക്ഷ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആളുകൾ നേരിട്ട് RT ഓഫീസിൽ നൽകുന്ന അപേക്ഷകളാണ്. അപ്പോൾ ഈ അപേക്ഷകളിൽ ഏജന്റുമാർക്ക് അനുകൂലമായ രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് പോകുന്നത്. ഇന്റേണൽ ഓഡിറ്റിംഗ് വിഭാഗമാണ് ക്രമക്കേട് കണ്ടെത്തിയതും PRO ആയ സൽമത്തിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതനുസരിച്ചുള്ള ശുപാർശ നൽകി അത്തരത്തിൽ സസ്പെൻഷൻ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അതായത് ഈ പ്രധാനമായും ഏജന്റുമാർക്കനുസരിച്ച് അപേക്ഷകളിൽ മേൽ തീരുമാനമെടുക്കുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, സഹായങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത്. സ്വാഭാവികമായും ഇതിൽ തുടരന്വേഷണം ഉണ്ടാകും. മറ്റുദ്യോഗസ്ഥർ കൂടി ഈ ഒരു ക്രമക്കേടിന്റെ ഭാഗമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഇന്റേണൽ ഓഡിറ്റിംഗ് വിഭാഗം പരിശോധിക്കും.